ശക്തമായ കോടമഞ്ഞും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചാറ്റൽ മഴയും തണുപ്പും കാറ്റുമൊക്കെ ആസ്വദിക്കുവാൻ ആർക്കാണല്ലേ ഇഷ്ടമല്ലാത്തത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണ് അഗുംബെ. ഞാൻ ഒരു 20 വർഷം പുറകോട്ട് പോയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെന്ന് വെച്ചാൽ 20 കൊല്ലം എന്ന് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഫുട്ബോൾ മറ്റേ പറമ്പിൽ കിടന്ന് കളിച്ചതും ചെളിക്കകത്ത് ചാടിയതും കണ്ടത്തി കിടന്ന് കളിച്ചതും അതുപോലെ തോട്ടി കിടന്ന് കളിച്ചതും. മഴക്കാല യാത്രകൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമല്ല, ചരിത്രത്തെപ്പറ്റി അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ളവർക്കും ഇതുപോലെയുള്ള ഭംഗിയുള്ള അത്ഭുതം ജനിപ്പിക്കുന്ന നിർമ്മിതികൾ കാണുവാൻ താല്പര്യമുള്ളവർക്കുമൊക്കെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അഗുംബയിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ അഗുംബെ എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാളി യാത്രകൾ മൺസൂൺ ഗ്രൂപ്പ് ട്രിപ്പുകൾ നടത്തുന്നതിൽ ആദ്യത്തെ ഗ്രൂപ്പ് ട്രിപ്പ് സൗത്ത് ഇന്ത്യയുടെ ചിറാപുഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ ഭംഗിയുള്ളൊരു ഗ്രാമമായ അഗുംബയിലേക്കാണ്. ഇത് ആദ്യത്തെ ബാച്ചാണ്. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഇനിയിപ്പോൾ ഗ്രൂപ്പ് ട്രിപ്പ് അല്ലാതെ അഗുംബയിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ചെറിയൊരു ട്രാവൽ ഗൈഡ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. അഗുംബയിലേക്കുള്ള യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. നമ്മുടെ ഗ്രൂപ്പ് ട്രിപ്സ് 3-4 ഗ്രൂപ്പ് ട്രിപ്പുകളുണ്ട്. അതിലെല്ലാ ഗ്രൂപ്പ് ട്രിപ്പുകളിലെയും പല പല ദിവസങ്ങളിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഗ്രൂപ്പ് ട്രിപ്പിൽ വരുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ അവരുടെ യാത്രയുടെ ഓരോ ഓർമ്മകളൊക്കെ കാണണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോ യൂസ് ചെയ്യാം. അതുപോലെ അഗുംബെ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വെൽക്കം ടു അഗുംബെ. ഇത് മൂഡ്ബിദ്രി എന്ന് പറയുന്ന സ്ഥലത്തുള്ള 1000 പില്ലർ ടെമ്പിളാണ്. 1000 തൂണുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് നിങ്ങളുടെ അഗുംബെ യാത്രയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ വായിച്ചു നോക്കിയപ്പം ഈ അമ്പലത്തിലെ ഓരോ പില്ലറിനും ഓരോ ഡിസൈനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ഓരോ പില്ലർ 2 പില്ലർ നോക്കുമ്പോൾ രണ്ടും തമ്മിലുള്ള ഡിസൈന് വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള 1000 തൂണുകളുള്ള ക്ഷേത്രം, ജൈന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ മെയിൻ എൻട്രൻസ് വഴി കുറച്ചകത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിനുശേഷം ഒരു പ്രധാന കവാടമുണ്ട്. അത് കടന്നകത്തേക്ക് പോകണമെങ്കിൽ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. പിന്നെ വീഡിയോ, ഫോട്ടോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങളൊരു റെസിപ്റ്റ് എടുക്കണം. അതിന് 100 രൂപയാണ്. അതെടുത്തു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെയുള്ള പെർമിഷൻ ഉള്ളത്. അതല്ലെങ്കിൽ 500 രൂപ ഫൈൻ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. രണ്ടാമത്തെ സ്പോട്ടായിട്ട് ഞങ്ങൾ കയറിയത് ഗോമതേശ്വര സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ടാണ്. അഗുംബയിലേക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ 4 ഗ്രൂപ്പ് ട്രിപ്പുകളാണ് നടന്നത്. 2 ദിവസമാണ് ഈ ട്രിപ്പ് വരുന്നത്. മംഗലാപുരത്ത് നിന്ന് പിക്ക് ചെയ്ത് തിരിച്ച് മംഗലാപുരത്ത് തന്നെ ഡ്രോപ്പ് ചെയ്യും. ചില ഗ്രൂപ്പിന് ആദ്യത്തെ ദിവസം തന്നെ നല്ല മഴയായിരുന്നു. ചിലർക്ക് ആദ്യത്തെ ദിവസം നല്ല വെയിലും രണ്ടാമത്തെ ദിവസം നല്ല കോടമഞ്ഞും ഒക്കെ കിട്ടി. മംഗലാപുരത്ത് നിന്ന് രാവിലെ 9 മണിക്കാണ് യാത്ര ആരംഭിക്കുക. 1000 പില്ലർ ടെമ്പിൾ കണ്ട് ഗോമതേശ്വര സ്റ്റാച്യു കണ്ട് വരാങ്ക എന്ന ഗ്രാമത്തിൽ പോയി വരാങ്ക ലേക്ക് ടെമ്പിളും കണ്ട ശേഷമാണ് അഗുംബയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അഗുംബയിലേക്കുള്ള ഘാട്ട് റോഡാണ്. എല്ലാ ഗ്രൂപ്പിനും ഈ ഘാട്ട് റോഡ് വഴി യാത്ര ചെയ്യാൻ സാധിച്ചില്ല. 2 ഗ്രൂപ്പിന് മാത്രമാണ് ഘാട്ട് റോഡ് വഴി യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. അഗുംബെ ഘാട്ട് വഴിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആദ്യം പറഞ്ഞ 3 സ്ഥലങ്ങൾ കണ്ട ശേഷം ഉച്ചയോടുകൂടി അഗുംബയിൽ എത്തിച്ചേരാം. എന്നാൽ മറ്റ് ചില ഗ്രൂപ്പുകൾ കുറച്ച് ദൂരം അധികം യാത്ര ചെയ്ത് ശൃംഗേരിയൊക്കെ പോയ ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് അഗുംബയിൽ എത്തിച്ചേർന്നത്. നല്ല മഴ പെയ്യുന്ന സമയമാണെങ്കിൽ അഗുംബെ ഘാട്ട് മുതൽ തന്നെ കോടമഞ്ഞ് നിങ്ങളെ സ്വാഗതം ചെയ്യും. ഈ റോഡിലൂടെ യാത്ര ചെയ്ത് ഏറ്റവും മുകളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വലിയ വാഹനങ്ങൾ അവിടെ നിർത്താൻ അനുവദിക്കുകയില്ല. നിങ്ങൾ ബൈക്കിനൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ വാഹനം നിർത്തി ആ വ്യൂ പോയിന്റിൽ കുറച്ച് സമയം ചെലവഴിച്ച ശേഷം കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു ചെറിയ തടാകവും വനത്തിനുള്ളിലായി കാണാം. അതും ആസ്വദിച്ച് അഗുംബയിലേക്ക് എത്തിച്ചേരാം. അഗുംബെ എത്തിയാൽ അവിടെ ഏറ്റവും അടുത്തായി കാണുവാനുള്ളത് ജോഗിഗുണ്ടി വാട്ടർഫോൾസ് ആണ്. വനത്തിനുള്ളിലുള്ള ഈ വാട്ടർഫോളിലേക്ക് പോകണമെങ്കിൽ ഒരാൾക്ക് 100 രൂപ പ്രവേശന ഫീസ് നൽകണം. അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് വന്നിരിക്കുന്നത് കുണ്ടാദ്രി ഹിൽസിലാണ്. അഗുംബയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. നിങ്ങളുടെ സ്വന്തം വണ്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഇങ്ങനെ കോടമഞ്ഞ് വന്ന് മൂടി മാറിപ്പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ തെളിയും, പിന്നെയും കോടമഞ്ഞ് വരും. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എന്തായാലും കുണ്ടാദ്രി മൺസൂൺ ടൈമിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുണ്ടാദ്രി ഹിൽസ് മിസ് ചെയ്യേണ്ട. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കുണ്ടാദ്രി ഹിൽസിന് മുകളിലായി ഒരു ജൈന ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായി വലിയൊരു കുളം കാണാം. കോടമഞ്ഞില്ലാത്ത സമയമാണെങ്കിൽ താഴെയായി ഗ്രാമപ്രദേശങ്ങളുടെ ഭംഗിയുള്ള കാഴ്ച ആസ്വദിച്ച ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് മടങ്ങാം. അതല്ലെങ്കിൽ ശക്തമായ കോടയായിരിക്കും.
വാട്ടർഫോൾ നമ്മൾ കുണ്ടാതിരി ഹിൽസിലേക്ക് വന്നിട്ടുണ്ട്. നല്ല വഴിയായിരുന്നു, കാണിച്ചു തരാൻ പറ്റിയില്ല, കുറച്ച് റിസ്ക് ആയിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കാണുന്ന കാഴ്ച കവാലദുർഗ ഫോർട്ടിൽ നിന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ ഗ്രൂപ്പ് ട്രിപ്പിന്റെ ഐറ്റിനറി പ്രകാരം ഉച്ചയ്ക്ക് അകുംബയിൽ എത്തിയ ശേഷം ശൃംഗേരി ക്ഷേത്രത്തിലേക്കാണ് പോവുക. അവിടെ പോയി തിരിച്ചു വന്ന് അകുംബയിൽ താമസിച്ച് പിറ്റേ ദിവസമാണ് ജോഗിഗുണ്ടി വാട്ടർഫോൾസിലേക്കും കവാലദുർഗ ഫോർട്ടിലേക്കും കുണ്ടാദ്രി ഹിൽസിലേക്കും പോകുന്നത്. നല്ല മഴയുള്ള സമയത്താണ് കവാലദുർഗ ഫോർട്ടിലേക്ക് നിങ്ങൾ ഹൈക്ക് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇതുപോലെ വഴിയരികിലായി വെള്ളച്ചാട്ടങ്ങൾ, നടക്കുന്ന വഴിയിലൂടെ ഇങ്ങനെ അരുവി പോലെ വെള്ളം ഒഴുകുന്നത്, അതുപോലെ തന്നെ ചെറിയ അരുവികളൊക്കെ മുറിച്ച് കടന്നും നല്ല ഗ്രാമീണ കാഴ്ചകളുമൊക്കെ ആസ്വദിച്ചാണ് ഈ ഹൈക്കിംഗ് നമ്മൾ പൂർത്തിയാക്കുക. വനത്തിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് കവാലദുർഗ ഫോർട്ട്. ഹൈക്കിംഗ് പൂർത്തിയാക്കി മുകളിലെത്തുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. മുകളിലായി 2 ക്ഷേത്രങ്ങളുണ്ട്, പാലസിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം, കുളങ്ങൾ കാണാം. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഈ യാത്രയും നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കവാലദുർഗ ഫോർട്ടിലേക്ക് പ്രവേശിക്കുവാൻ പ്രവേശന ഫീസ് ഒന്നും നൽകണ്ട, വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് നൽകണം. 4 മണിക്ക് മുൻപ് എത്തിച്ചേരാൻ പരമാവധി ശ്രമിക്കുക. 2 ദിവസത്തെ യാത്രയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അത്രയും സ്ഥലങ്ങളാണുള്ളത്. എന്നാൽ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ സ്ഥലങ്ങൾ കാണുക മാത്രമല്ലല്ലോ. ചാണക വരട്ടി ഗ്രൂപ്പ് ട്രിപ്പിൽ കൂടുതലും വരുന്നത് അപരിചിതരായ ആളുകളായിരിക്കും. അവർ തമ്മിലുള്ളൊരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ ഇതുപോലെയുള്ള ചെറിയ ഗെയിംസും അവരുടെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാൻ രാവിലെ ഒരുമിച്ചുള്ളൊരു നടത്തവും ഒക്കെ ഗ്രൂപ്പ് ട്രിപ്പിൽ ഉണ്ടാവാറുണ്ട്. നടന്ന എല്ലാ ഗ്രൂപ്പ് ട്രിപ്പിലും 2ാമത്തെ ദിവസമാണ് ആളുകൾ തമ്മിലൊരു കണക്ഷൻ ബിൽഡ് ആവുന്നത്. അത് രാവിലെയുള്ള നടത്തവും ഗെയിംസും ഒക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കും. ട്രിപ്പിന് വന്നവർ അകുംബയെ പറ്റി പറയുന്നത് കേൾക്കണ്ടേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു 20 വർഷം പുറകോട്ട് പോയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെന്ന് വെച്ചാൽ 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഫുട്ബോൾ മറ്റേ പറമ്പിൽ കിടന്ന് കളിച്ചതും ചെളിക്കകത്ത് ചാടിയതും കണ്ടത്തി കിടന്ന് കളിച്ചതും അതുപോലെ തോട്ടി കിടന്ന് കളിച്ചതും അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ മോർണിംഗ് നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുറേ മറ്റേ ഇതായിട്ടുള്ള പഴയ ആർക്കിടെക്ചർ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റി. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, ചേഞ്ച് നന്നായിട്ട് തോന്നി, ചെറുപ്പമായ പോലെ തോന്നി. പിന്നെ പറ്റി അകുംബയെ പറ്റി സ്വർഗ്ഗമാണ്. അകുംബ സ്വർഗോ നല്ല രസമുണ്ട്. ഫുൾ മഞ്ഞും മഴയും ഒക്കെ ആയിട്ട് നല്ല കുറെ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാം അടിപൊളി. പറഞ്ഞു പറയിപ്പിക്കും. ഫ്രണ്ട്സിനെ പറ്റി പറ. അടിപൊളിയായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. താങ്ക് യു. അകുംബയാ കാരണം നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് കാണുന്നത് വളരെ നന്നാവും. സോ ദിസ് ഈസ് ഹെവൻ. അകുംബയെ പറ്റിയുള്ള വീഡിയോ ഞാൻ എൻഡ് ചെയ്യുവാണ്. കഴിഞ്ഞൊരു 2 മാസത്തിനിടയിൽ 4 തവണ അകുംബയിൽ വന്നു. വരുന്ന വഴി മംഗലാപുരത്ത് നിന്ന് വരുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കാണുമെങ്കിലും അകുംബയിൽ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ് ഫീൽ ചെയ്യുക. ഇവിടുത്തെ കോടമഞ്ഞും ചെറുതായിട്ടുള്ളൊരു ചാറ്റൽ മഴ. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ മഴ ചാറുന്നുണ്ട്, പക്ഷെ അതൊരു സുഖമുള്ളൊരു ചാറ്റൽ മഴയാണ്. ഒരു തവണ പോലും അകുംബയെ മടുപ്പിച്ചിട്ടില്ല. പിന്നെയും വരുമ്പോൾ ഒരു എന്താ പറയുക, കണ്ട കാഴ്ച തന്നെ ആണല്ലോ എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. അടുത്ത കാലാവസ്ഥയും മഴ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് അകുംബെ. ഇനി ഗ്രൂപ്പ് ട്രിപ്പിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബുക്കിംഗ് ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.